എന്ത് കിട്ടാ അമ്മായി? കപ്പയും ചിക്കനും. എങ്ങനെയുണ്ട് ചിക്കൻ തൈര് മുളക് കൊണ്ടാട്ടം? ഇവിടെ ഇരിക്കാൻ പാടില്ല, അവിടെ വെയില്. ഇവിടെ സ്ട്രോബെറി ഉളിപ്പല്ലേ? അമ്മായി എവിടെ പോയി? അമ്മ ചന്തയിൽ പോണെന്ന് പോയി. എന്ത് കിട്ടാ അമ്മായി? കപ്പയും ചിക്കനും. കപ്പയും ചിക്കനോ? ഓ കൊടുക്ക്. കഴിക്കാൻ അമ്മായി, അത് ഷുഗറൊന്നും അല്ല. ശരി മക്കളെ. നീ കഴിക്കാതെന്താ? എനിക്കല്ലെങ്കിൽ സ്ട്രോബെറിയോട് അത്ര വലിയ കമ്പമില്ല. 5 ലഡു ആയാലോ? അതന്നെ ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കണേ. സൂപ്പർ. കൂട്ടുകാരെയൊക്കെ കണ്ടാ ചന്തയിൽ പോയി? കണ്ട്. അപ്പൊ മോളെ എടുത്ത് ഇനി ഒരു 5 ദിവസം നിന്നിട്ട് പോവാനാണ് അവര് പറഞ്ഞത്. അതന്നെ ഞങ്ങളും പറയണത്. മിക്കവാറും ഞാൻ ഇങ്ങോട്ട് തന്നെ പോരും. വരണം. മാളു, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോയാലോ? ഞാൻ എടുത്തോ. മക്കളെ ഇപ്പൊ മക്കളെ ഏതൊക്കെ സ്ഥലത്ത് പോയത്? ഇപ്പൊ പോയതോ? ഇത് മധ്യപ്രദേശ്. എന്താ മോക്ക് അവിടെയൊക്കെ ഇഷ്ടപ്പെട്ട? ആണ് പ്രശ്നല്ലേ? അവിടെ പിന്നെ പിടിക്കൂല. പച്ചരി ചോറല്ലേ? ഇല്ല, ചപ്പാത്തി ഒരുമാതിരി ഡാല. ഡാല് കറി ചപ്പാത്തി. ഞാൻ പനീറ കഴിക്കൂ. മോക്ക് അവിടുന്ന് എന്തൊക്കെ വേണ്ട എന്തൊക്കെ കിട്ടിയല്ലോ? അതൊക്കെ പിന്നെ അമ്മായിയെ കാണിക്കണ്ടായിരുന്ന? ഞാൻ കാണിച്ചു. ശരി മക്കളെ. ഓക്കെ. ഇത് ബ്രോൺസ്, ഇത് വാളും പൈസക്ക്. സൂപ്പർ. ഇനിയും വാങ്ങണം ഇതിലും വലുതൊക്കെ. ഇത് ഡിസ്ട്രിക്റ്റിന് കിട്ടി. ഇതെല്ലാം മോള് കൊണ്ട് സൂക്ഷിച്ചു വെക്കണം. ഇനി ഇതിലും വലിയ മെഡല് വാങ്ങണം. എൻ്റെ പൊന്നു മോള് കൊണ്ട് വെച്ചിട്ട് വരി. സൂക്ഷിച്ചു വെക്കണം. തീർന്നോ? ഇനി ഇതും കൂടെ ആയിട്ട് ഇങ്ങനെ മുറിക്കണ്ട? മുറിക്കണം. ഞാൻ ഇനി കപ്പയൊക്കെ കഴുകി പിന്നെ ഇത് കണ്ടിക്കണ്ടേ? ഇവള് കത്തി എടുക്കുന്നത് നമ്മള് കഴുകണ്ട. നീ ഇവിടെ ഇരി. അങ്ങനെ ഇപ്പൊ നമ്മള് കഴുകണ്ട. ഒരു കത്തിയേ ഉള്ളൂ. നീ അല്ലെങ്കിലും വെളുത്തുള്ളി കൈവച്ചല്ലേ ഒരിക്കാറ്? ഞാൻ എടുത്തരാം. ഓട്ടന്നെ മുങ്ങാൻ പോണു. സന്തോഷം. അമ്മയ്ക്കൊരു കോട്ട്.
അമ്മായി ഉള്ളപ്പോ നമുക്കൊരു സഹായം കൂടി ആയല്ലേ മാളു? നിന്റെ പകുതി പണി ഒഴിഞ്ഞില്ലേ? എന്ത് പണി? ഞാൻ ഇപ്പൊ ആ മനുഷ്യന് തൊലിച്ചൊരു ഓടാൻ റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കാൻ ഇത് അല്ല, നിന്റെ കത്തി കേൾക്കാൻ ഒരാളായില്ലേ? ഇല്ലേ? പാവം ഞാൻ. ഞാൻ കേട്ട് 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 മടുത്തിരിക്കണല്ലേ? അയ്യോ. എന്നിട്ട് ഞാൻ കളിക്കാൻ സ്കൂളിലും അവിടെ ഇവിടെ പോകുമ്പോ അയ്യോ മാളും ഇല്ലാതെ പറ്റില്ലായിരുന്നല്ലോ എന്ന് ഞാൻ പറയാ. ഒറ്റയ്ക്ക് ഇരിക്കണോണ്ടല്ലേ. എനിക്കാരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ എപ്പോ പറഞ്ഞു വിട്ടെന്ന് വെച്ചാൽ മതി. പറ്റണ വാ മാളു. ചട്ടി എടുത്തോ. അമ്മായി ഓ, തീ കത്തിയേ. മക്കള് പോയി ഇതിലൊഴിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട്. മാളു, മാളുവേ, ഞാനവിടെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും കൊണ്ടുവന്നേ. മുട്ട കത്തിച്ചു വെച്ചോ. എൻ്റെ കയ്യിലും എന്തായാലും ആയി.
മുട്ടയിലൊക്കെ മുക്കണേ. മുട്ട മുട്ടയിലൊക്കെ മുക്കണേ. നിനക്ക് പൊരിക്കലല്ലേ വേണ്ട, പൊരിച്ചു തരാം. കുറച്ച് കോൺഫ്ലവർ എടുക്കും. നോക്കട്ടെ ആയിട്ടോ. ഞാൻ മൂടി എടുത്തിട്ട് വരുമോ? ഇത് വേണ്ട, വേറെ മൂടി എടുക്കണം. അടച്ചു വെച്ചു. വാ. അതെ ഞാൻ പറയാൻ വരികയായിരുന്നു മാളുവിനോട് വെളിച്ചെണ്ണ എടുത്തിട്ട് വരാനായിട്ടേ. മാളുവേ, ഞാനവിടെ ഉള്ളി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ആ ഉള്ളി എടുത്തിട്ട് വന്നേ. ഉള്ളി, ആ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇല്ലേ? ചെറിയ ഉള്ളിയല്ലേ? ചെറിയ ഉള്ളിയാ പറഞ്ഞ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മതിയോ? ആ, ഇതേപോലെ ഇനി ഇതും ചെയ്യണോ? ഞാൻ അരിയണോ? ഇല്ല, ഞാൻ അരിയാന്ന് പറഞ്ഞിട്ട് വേണ്ട. അത്ര ചെറുതാക്കണ്ടല്ലേ. എനിക്ക് ഇവള് ഈ വെളുത്തുള്ളി ഇങ്ങനെ അരിയത്തില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടം. ഞാൻ എത്ര ചെയ്താലും അത്രയും ചെറുതാവൂല. ഇഞ്ചി എനിക്ക് ചെറുതാക്കാൻ അറിയാം, വെളുത്തുള്ളി അത്രയും ചെറുതാവൂല ഞാൻ ചെയ്യുമ്പോൾ. കാരണം ആ പണി എപ്പോഴും അവളെ ഏൽപ്പിക്കണേ. മാളു അരിപ്പൊടി എടുത്തേ. ഇത് അരിപ്പൊടിയാണോ? കോൺഫ്ലവർ അല്ല? കോൺഫ്ലോർ അല്ല, അത് അരിപ്പൊടി. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ ഇത് നമ്മൾ അടുപ്പത്ത് ഇടുമ്പോഴേ പിരിഞ്ഞു പോകത്തില്ല. തൈരിലേക്ക് അരിപ്പൊടി ഇട്ടാൽ മതി. വെള്ളം തട വെച്ചേ, അങ്ങോട്ട് വെച്ചു. എനിക്ക് തരാം. ഇതിൽ മുളക് പൊടി ഇത് മതിയാ? മതി മതി.
എടുത്താൽ മതി. ഇളക്കിക്കോ മോളൂ. ഇനി പോയി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ. അമ്മയും പോണേ പൊയ്ക്കോ അമ്മ. അല്ലേ ചേച്ചി ഞാൻ കപ്പയും എടുക്കാം. ആ എടുത്തോ. നല്ല വേണോ അല്ലേ? സെറ്റാക്കി വെച്ചേക്കവിടെ. ഞാനും വരുന്നു കഴിഞ്ഞെൻ്റെ. എങ്ങനെയുണ്ട് ചിക്കൻ തൈര് മുളക് കൊണ്ടാട്ടം? സൂപ്പറായിരിക്കണം. നല്ല സൂപ്പറായിരിക്കണം. ആണോ? നല്ല സോഫ്റ്റ് ചിക്കൻ അല്ലേ? സാധാരണ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുമ്പോൾ ചിക്കൻ ഇത്രയും സോഫ്റ്റ് ആവാറില്ല. സത്യം.